ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും 25 ക്വസ്റ്റ്യൻ വീതമുള്ള 4 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വോളിയത്തിലെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ഡി ശ്രീ യു ഷറഫലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ശ്രീമതി മേഴ്സിക്കുട്ടൻ രാജിവെച്ചതിനെ തുടർന്നാണ് ശ്രീ യു ഷറഫലി പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ഷേപ്പ്. ബാക്കി 3 ഓപ്ഷൻസും ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടുന്നവയാണ്. അവ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങി ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നു. എന്നാൽ ഷേപ്പും ഒരു പേലോഡാണ്. ഷേപ്പ് ചന്ദ്രന്റെ ഓർബിറ്റിൽ നിന്നുകൊണ്ട് ഭൂമിയെ കുറിച്ച് പഠിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി പി വത്സല. സേതുവിന് 2022 എം മുകുന്ദന് 2018 എം കെ സാനുവിന് 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. 1946 EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ എഴുതിയത് പി വത്സലയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സലയ്ക്ക് ലഭിച്ചു. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവ സേതുവിന്റെ കൃതികളിൽ പെടുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആഗസ്റ്റ് 23 ആചരിക്കാൻ തീരുമാനിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി TK മാധവൻ. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് TK മാധവനാണ്. 8. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. 1892 കേരളം സന്ദർശിച്ചപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മനാടായ അഞ്ചുതെങ്ങിലാണ് പ്രസ്സും പത്രവും ആരംഭിച്ചത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിളിച്ചതും സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. എന്നാൽ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അതിനാൽ ഓപ്ഷൻ എ 3 മാത്രം.
11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ഡി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീരസമതലങ്ങളിലും കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല. കാരണം താരതമ്യേന വീതി കുറഞ്ഞതാണ് പടിഞ്ഞാറൻ തീരസമതലങ്ങൾ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിലാണ് പടിഞ്ഞാറൻ തീരസമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായത്. അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതലാണ്. ഇവ രണ്ടും പടിഞ്ഞാറൻ തീരസമതലങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ എ 1853. 1853 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ബോംബെ മുതൽ താനെ വരെയായിരുന്നു ആദ്യത്തെ റെയിൽ ഗതാഗതം. 34 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഓപ്ഷൻ ഡി ഝാറിയ. ജാർഖണ്ഡിലെ ജാറിയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. നെയ്വേലി തമിഴ്നാട്ടിലെ കൽക്കരിപ്പാടമാണ്. ഡിഗ്ബോയി ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓയിൽ ഫീൽഡാണ്. മുംബൈ ഹൈ അറേബ്യൻ സീയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓയിൽ ഫീൽഡാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല? ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. 2022-23 കാലഘട്ടത്തിൽ 39% കരിമ്പ് ഉൽപാദനവും ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം അഥവാ ഷുഗർ ബോൾ എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. 1993 ദേശീയ ജലപാതയായി പ്രഖ്യാപിക്കപ്പെട്ടത്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങളാണുള്ളത്. വടക്ക് പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും, വടക്ക് ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, കിഴക്ക് ബംഗ്ലാദേശ്, മ്യാൻമർ, തെക്ക് ശ്രീലങ്ക, മാലിദ്വീപ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. 1919 മഹാത്മാഗാന്ധി യങ് ഇന്ത്യ പത്രം സ്ഥാപിച്ചത്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. സൂര്യപ്രകാശം, ബയോഗ്യാസ് മുതലായവ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ ഉദാഹരണങ്ങളിൽ പെടുന്നവയാണ്. ഇവ പുനഃസ്ഥാപന ശേഷിയുള്ളവയും ചെലവ് കുറഞ്ഞവയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവയുമാണ്. എന്നാൽ പെട്രോളിയം, കൽക്കരി പോലുള്ള പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ ശുഷ്കമായി കൊണ്ടിരിക്കുന്നവയും പുനഃസ്ഥാപന ശേഷിയില്ലാത്തവയും ചെലവ് കൂടിയവയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയുമാണ്.
21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി അനുച്ഛേദം 21A. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ബി ഭാഗം 4A. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചത്. 1950 ജൂൺ മാസം 24-ാം തീയതി ജനഗണമനയുടെ ഹിന്ദി പരിഭാഷ ദേശീയഗാനമായി അംഗീകരിച്ചു. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. 1896 നടന്ന കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിച്ചത്. സംസ്കൃത ഭാഷയിലാണ് രചിച്ചത്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ഡി 3:2.